നമസ്കാരം, വെൽക്കം ബാക്ക്. അങ്ങനെ അമ്പിളി മാമൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഈ ചാപ്റ്റർ. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഇത് സയൻസിലേക്ക് എത്തും, ചന്ദ്രനുമായി ബന്ധപ്പെട്ട സയൻസിലേക്ക്. ചന്ദ്രനെ മനുഷ്യൻ കൂടുതൽ അടുത്തറിയുന്നത് ടെലിസ്കോപ്പിൻ്റെ പിടുത്തത്തോടു കൂടിയാണ്. അറിയാലോ, ടെലിസ്കോപ്പിൻ്റെ കണ്ടെത്തൽ നടത്തിയത് 1608 ഡച്ച് കന്നഡ നിർമ്മാതാവ് ഹാൻസ് ലിപ്പർഷെ ആണെന്നായിരുന്നു കാലങ്ങളായി നിലനിന്നിരുന്ന ആശയം. എന്നാൽ തോമസ് ഡിഗ്സ് എന്ന ഇംഗ്ലീഷുകാരൻ്റെ പേര് ആ സ്ഥാനത്ത് തെളിഞ്ഞു വന്നിട്ട് അധികകാലമായിട്ടില്ല. ആദ്യം മറ്റേയാളാണ് കണ്ടുപിടിച്ചതെന്നായിരുന്നു വിചാരിച്ചത്. 1555 അദ്ദേഹം ടെലിസ്കോപ്പ് ഉണ്ടാക്കിയതായി കരുതുന്നു, തോമസ് ഡിഗ്സ്. ഏതായാലും ഡച്ച് ടെലിസ്കോപ്പിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഗലീലിയോ 1609 തൻ്റെ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത്. പിന്നീട് അതിൽ തന്നെ അദ്ദേഹം കൂടുതൽ കരുത്തുറ്റ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചു. ഉണ്ടാക്കിയത് തന്നെ പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അക്കാലം വരെ വളരെ മൃദുവായി കരുതപ്പെട്ടുകൊണ്ടിരുന്ന ചന്ദ്രൻ്റെ ഉപരിതലം കുന്നുകളും കുഴികളും നിറഞ്ഞതാണെന്ന് ഗലീലിയോ തൻ്റെ സൈഡ്രിയോസ് നൺസിസ് എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ചിത്രങ്ങളിലൂടെ തെളിയിച്ചു. ഇതിനൊക്കെ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ ടെലിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ്. ഓക്കെ, ഗലീലിയോയുടെ സമകാലികനായ തോമസ് ഹാരിയോട്ട്, ഗലീലിയോയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന തോമസ് ഹാരിയോട്ട് എന്ന ഇംഗ്ലീഷുകാരൻ ഭൂമിക്ക് അഭിമുഖമായിട്ടുള്ള ചന്ദ്രൻ്റെ മുഖത്തിൻ്റെ മുഴുവൻ ചിത്രവും വരയ്ക്കുകയുണ്ടായി. ഭൂമിക്ക് അഭിമുഖമായിട്ടുള്ള, അതായത് ഭൂമിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ചന്ദ്രൻ്റെ, ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ചന്ദ്രൻ്റെ മുഖത്തിൻ്റെ മുഴുവൻ ചിത്രവും വരയ്ക്കുകയുണ്ടായി. ഗലീലിയോയുടേതിനേക്കാൾ സമ്പൂർണ്ണം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഹാരിയോട്ടിൻ്റെ മാപ്പാണ്. ടെലിസ്കോപ്പ് വ്യാപകമാകുന്നതിനോടൊപ്പം ചന്ദ്രൻ്റെ പ്രതലം കൂടുതൽ അനാവൃതമാവുകയായിരുന്നു. അങ്ങനെ നമുക്ക് അവൈലബിലിറ്റി, അതായത് ഉപകരണങ്ങൾ കൂടിയപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ്, ചന്ദ്രനെക്കുറിച്ച് ചിത്രം എടുക്കാനും മനസ്സിലാക്കാനൊക്കെ. അക്കാലത്ത് തന്നെ ചന്ദ്രൻ്റെ പ്രതലത്തെ സ്ഥലങ്ങൾക്ക് പേരിടുന്നതിനെക്കുറിച്ചുള്ള പ്രശ്നവും ഉയർന്നു വന്നിരുന്നു. അതായത് ചന്ദ്രൻ്റെ സർഫസിന് എന്ത് പേരിടും? ജിയോവാനി റിക്കിയോളി എന്ന ഇറ്റാലിയൻ ആവിഷ്കരിച്ച പേരിൻ്റെ രീതി തന്നെ കുറേ പരിഷ്കാരങ്ങളോടെ ഇപ്പോഴും തുടർന്നു വരുന്നു. അപ്പം ജിയോവാനി റിക്കിയോളി എന്ന ഇറ്റാലിയനാണ് ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ച പേരിൻ്റെ രീതി തന്നെയാണ് കുറേ പരിഷ്കാരങ്ങളോടെ ഇപ്പോഴും തുടർന്നു വരുന്നത്. റിക്കിയോളി തൻ്റെ വിദ്യാർത്ഥി ഫ്രാൻസിസ്കോ ഗ്രിമാൻഡിയുമായി ചേർന്ന് നടത്തിയ നിരീക്ഷണങ്ങൾ അടങ്ങിയ മാപ്പ് 1651 പ്രസിദ്ധപ്പെടുത്തിയത്. ടെലിസ്കോപ്പിൻ്റെ സഹായമില്ലാതെ തന്നെ ചന്ദ്രനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അവിടുത്തെ കളങ്കങ്ങൾ. അതായത് ചന്ദ്രനിലെ കറുത്ത പാടിനെയാണ് നമ്മൾ കളങ്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ടെലിസ്കോപ്പ് വെച്ച് നോക്കണം എന്നില്ല അത് കാണാൻ വേണ്ടിയിട്ട്. ടെലിസ്കോപ്പിൻ്റെ സഹായമില്ലാതെ തന്നെ ചന്ദ്രനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് എന്ത്? അവിടുത്തെ കളങ്കങ്ങൾ. മറിയ എന്ന പേരിൽ അറിയപ്പെടാവുന്നവയാണ് ആ കളങ്കങ്ങളിൽ പ്രമുഖമായതെല്ലാം. സമുദ്രം എന്നർത്ഥമുള്ള മാറി, മാറി, സമുദ്രം എന്നർത്ഥമുള്ള മാറി എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. പറയുന്നത് മനസ്സിലായോ? അതായത് മറിയ എന്ന പേരിൽ അറിയപ്പെടുന്നവയാണ് ആ കളങ്കങ്ങളിൽ, ചന്ദ്രനിലെ കളങ്കങ്ങളിൽ പ്രമുഖമായതെല്ലാം. ചന്ദ്രനിലെ കറുത്ത പാടിനെ കുറിച്ചാണ് പറയുന്നത്. സമുദ്രം എന്നർത്ഥമുള്ള മാറി, എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. പേരിൽ, അപ്പോൾ സമുദ്രം എന്നല്ലേ അർത്ഥം, മാറി. പേരിൽ സമുദ്രമുണ്ടെങ്കിലും ജലം നിറഞ്ഞുണ്ടായതല്ല ചന്ദ്രനിലെ ഈ കുഴികൾ എന്ന് പറയുന്നത്. ഓക്കെ, 3.5 ബില്യൺ വർഷം മുമ്പ് ശക്തമായ ലാവാപ്രവാഹത്തിലൂടെയാണ് ഈ കുഴികൾ രൂപപ്പെടുന്നത്. മാറി ട്രാൻക്വിലിറ്റേറ്റിസ് എന്ന് വെച്ചാൽ സീ ഓഫ് ട്രാൻക്വിലിറ്റി, പ്രശാന്തതയുടെ സമുദ്രം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. തുടങ്ങിയവ ഈ ചന്ദ്രനിലെ കുഴികളുടെ ഓരോ പേരാണ് പറയുന്നത്. മാറി ട്രാൻക്വിലിറ്റേറ്റിസ്, അതായത് സീ ഓഫ് ട്രാൻക്വിലിറ്റി, അതായത് പ്രശാന്തതയുടെ സമുദ്രം. മാറി നുബിയം എന്ന് വെച്ചാൽ മേഘങ്ങളുടെ, സീ ഓഫ് ക്ലൗഡ്സ്, അങ്ങനെ അതൊക്കെ ചന്ദ്രനിലെ കുഴികളുടെ പേരാ. മാറി നെക്ടാറിസ്, മാറി സെറനിറ്റാറ്റിസ്, അതുപോലെ മാറി ഇംബ്രിയം, ഇതൊക്കെ എന്താണ്? ചന്ദ്രനിലെ കുഴികളുടെ പേരാണ്. തുടങ്ങിയവയാണ് ചന്ദ്രനിലെ കുഴികൾ. ടെലിസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച കാലത്തെ കടന്ന് ചന്ദ്രനിലേക്കുള്ള മനുഷ്യൻ്റെ കൗതുകം കാലങ്ങളിലൂടെ വളർന്നുകൊണ്ടിരുന്നു. പരിണാമം പറയാണ്. പിൽക്കാലത്ത് നമ്മൾ ചന്ദ്രനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ശ്രമിച്ചതിനെക്കുറിച്ച് പറയാണ്. ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള നോട്ടത്തിനും അപ്പുറം ചന്ദ്രനെ അടുത്ത് ചെന്ന് കാണാനുള്ള അവസരം സൃഷ്ടിക്കുന്ന സാധ്യതകൾ വികസിപ്പിച്ചതോടെയാണ് ചാന്ദ്ര പര്യവേക്ഷണത്തിലെ പിന്നീടുണ്ടായ ഏറ്റവും വലിയ വിപ്ലവം നടന്നത്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പല രീതിയിൽ ഇത് വെച്ചും നേരിട്ടൊക്കെ നോക്കി, എന്നാൽ അവിടെ ചെന്നിട്ട് അതിനെ കാണണമെന്നുള്ള ചിന്ത വന്നപ്പോഴാണ് പിന്നീടുണ്ടായ വിപ്ലവം. ചാന്ദ്ര പര്യവേക്ഷണത്തിൽ ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിലൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായത് അതിനുശേഷമാണ്. ശീതയുദ്ധകാലത്ത് എന്താണ് ഈ ശീതയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ അമേരിക്കയും
അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയൻ തമ്മിൽ ഭയങ്കര വാശിയായിരുന്നില്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംഘർഷമായിരുന്നു. അപ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന യുദ്ധമാണ് ശീതയുദ്ധം. അപ്പോൾ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ബോംബെറിഞ്ഞു തോക്ക് അതൊന്നും അങ്ങനെ വിചാരിക്കല്ലേ. ശീതയുദ്ധമാണ്, തണുത്ത യുദ്ധമാണ്, വാക്കുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഉണ്ടായ യുദ്ധമാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യം ആര് ചെയ്യും? സോവിയറ്റ് യൂണിയൻ ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനമായിരുന്നു ഈ ബഹിരാകാശ രംഗത്തുണ്ടായ മുന്നേറ്റമൊക്കെ. അങ്ങനെ അതാണ് ശീതയുദ്ധം, തണുത്ത യുദ്ധം, തോക്കും ബോംബും അല്ല, ആശയങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഈ ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശാസ്ത്രരംഗത്ത് നടന്ന കടുത്ത മത്സരത്തിലൂടെയാണ് ഈ വിപ്ലവം അരങ്ങേറിയത്. അപ്പോൾ ഈ ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഞങ്ങളാണോ മുമ്പൻ എന്തിന്? ശാസ്ത്ര രംഗത്ത്. അപ്പോൾ ആ ഒരു യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രണ്ട് കൂട്ടരും മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ശ്രമിച്ചത് ചന്ദ്രനിലേക്കായിരുന്നു. അതായത് അമേരിക്ക അവിടെ എത്തുന്നതിന് മുമ്പിട്ട് നമ്മളെത്തണമെന്ന് സോവിയറ്റ് യൂണിയൻ വിചാരിക്കും, സോവിയറ്റ് എത്തുന്നതിന് മുമ്പിട്ട് നമ്മളെത്തണമെന്ന് അമേരിക്ക വിചാരിക്കും. ആ മത്സരത്തിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. 1959 തന്നെ ലൂണ 2 എന്ന സോവിയറ്റ് പരീക്ഷണ പേടകം ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങി. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ചാന്ദ്ര പര്യവേക്ഷണ പേടകമാണ് എന്ത്? ലൂണ 2 എന്ന് പറയുന്നത്. അത് 1959 തന്നെ ലൂണ 2 എന്ന സോവിയറ്റ് പരീക്ഷണ പേടകം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങി. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ എപ്പോഴും കാണാനാകൂ, ശരിയല്ലേ? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എപ്പോഴും ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ കാണാനാകൂ. എവരി വൺ ഈസ് എ മൂൺ, എല്ലാവരും ചന്ദ്രനാണ്. എങ്ങനെ? ആൻഡ് ഹാസ് എ ഡാർക്ക് സൈഡ് വിച്ച് ഹി നെവർ ഷോസ് ടു എനിബഡി. ഇപ്പം പറഞ്ഞല്ലടാ, അതായത് ചന്ദ്രന് നമ്മൾ ഭൂമിയിൽ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ഒരു മുഖം കാണുന്നു. അപ്പം പറയാം എല്ലാവരും എന്താണ്? ചന്ദ്രനാണ്. നമ്മുടെയൊക്കെ മറ്റൊരു മുഖം ലോകത്തെ നമ്മൾ കാണിക്കൂലല്ലോ, ഈ ചന്ദ്രൻ ചെയ്യുന്നത് പോലെ എന്ന് പറയാണ് എന്ന് മാർക്ക് ട്വെയിനെ കൊണ്ട് പറയിച്ചത്. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന വിഖ്യാത സാഹിത്യകാരൻ പറഞ്ഞ വാക്കാത്. എവരി വൺ ഈസ് എ മൂൺ, എല്ലാവരും ചന്ദ്രനാണ്. ആൻഡ് ഹാസ് എ ഡാർക്ക് സൈഡ് വിച്ച് ഹി നെവർ ഷോസ് ടു എനിബഡി. അപ്പോൾ ആർക്കും കാണിച്ചു കൊടുക്കാത്തൊരു മുഖമുണ്ട് ചന്ദ്രനെ പോലെയെന്ന്. അപ്പോൾ അങ്ങനെ മാർക്ക് ട്വെയിനിന് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചുറ്റിത്തിരിയലിലൂടെ രൂപം കൊണ്ട ഈ സവിശേഷതയാണ്. ഭൂമിയിലെ മനുഷ്യന് മുന്നിൽ ഒരിക്കലും അനാവൃതമാകാതിരുന്ന ചന്ദ്രൻ്റെ ആ മറുഭാഗത്തിൻ്റെ ചിത്രം, അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ആ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഭൂമിയിലെ മനുഷ്യന് മുന്നിൽ ഒരിക്കലും അനാവൃതമാകാതിരുന്ന ചന്ദ്രൻ്റെ ആ മറുഭാഗത്തിൻ്റെ ചിത്രം ലൂണ 3 എന്ന സോവിയറ്റ് പേടകം എടുത്തു. യെസ്, ലൂണ 3 എന്ന പേടകം അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മൾ കാണാത്ത ചന്ദ്രൻ്റെ ഫോട്ടോ എടുത്തിങ്ങ് പോകുന്നത്. ആദ്യകാലത്തെല്ലാം സോവിയറ്റ് യൂണിയൻ മത്സരത്തിൽ വിജയിച്ചു കൊണ്ടിരുന്നു. ഏത് മത്സരം? അമേരിക്കയും തമ്മിൽ ശീതയുദ്ധമില്ലേ, അപ്പോൾ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയിൽ സോവിയറ്റ് യൂണിയൻ അങ്ങനെ മുന്നേറി. വാശി മൂത്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്ന ദേശീയ ലക്ഷ്യം 1961 പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കനും തമ്മിലല്ലേ ഇങ്ങോട്ടും ശീതയുദ്ധം. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ശാസ്ത്രരംഗത്ത് സോവിയറ്റ് യൂണിയൻ ഭയങ്കര പുരോഗതി, ചന്ദ്രനിലേക്ക് പേടകത്തിനെല്ലാം അയക്കുന്ന ഫോട്ടോയിൽ എടുത്ത് വരുന്നത്. അപ്പം ഭയങ്കരം തന്നെ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇത് അമേരിക്കക്ക് സഹിക്കുമോ? അമേരിക്കൻ്റെ വാശിമൂത്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഒരൊറ്റ പ്രഖ്യാപനമാണ് 1961. എന്താ? ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കും, അതാണ് ഞങ്ങളുടെ ദേശീയ ലക്ഷ്യം എന്ന്. നല്ല രസമില്ലേ യുദ്ധം കേൾക്കാൻ വേണ്ടിയിട്ട്? ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുന്നതിന് പ്രധാനമായും നിലനിന്നിരുന്ന പ്രതിബന്ധം അതാണ്. നമ്മൾ ബഹിരാകാശത്തേക്ക് ഈ പേടകത്തിനെ എത്തിച്ചാലും നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങളെ തിരിച്ചിട്ട് ഭൂമിയിലേക്ക് എത്തണ്ടേ? ഭൂമിയിലേക്ക് എത്തിക്കുന്നതിന് പ്രധാനമായിട്ടും നിലനിന്നിരുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന്, ഭൗമ അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുമ്പോൾ, അതായത് അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന അതിതീവ്രമായ ചൂടിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ചിങ് എത്താത്ത അവസ്ഥ ആയിപ്പോവും. അപ്പോൾ അതിൽ പോയ ആൾക്കാരൊക്കെ പെടൂലേ? അമേരിക്ക വളരെ നേരത്തെ തന്നെ അതിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞിരുന്നു. ആ ചൂടിനെ എങ്ങനെ? ഹൈപ്പർസോണിക് വിൻഡ് ടണലുകളിൽ വെച്ച് തെർമോഗ്രാവിമെട്രിക് പരീക്ഷണങ്ങളിലൂടെ നാസ അന്തരീക്ഷത്തിലെ പുനഃപ്രവേശന സമയത്തെ ചൂട് നേരിടാനുള്ള വഴികൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. നാസ കണ്ടെത്തിയിരുന്നു എങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ചൂടിനെ താങ്ങാനുള്ള പരിപാടി കണ്ടെത്തിയിരുന്നു. 1968 ഡിസംബറിൽ അപ്പോളോ 8 എന്ന ബഹിരാകാശ വാഹനത്തിൽ ഫ്രാങ്ക് ബോർമാൻ, ജെയിംസ് ലോവൽ, വില്യം ആൻഡേഴ്സ് എന്നിവർ ചന്ദ്രൻ്റെ ഭൂമിക്ക് ദൃശ്യമല്ലാത്ത ഭാഗം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് തൃപ്തി അടഞ്ഞു. ഇതിലൊക്കെ നിങ്ങൾക്ക് ആ ചന്ദ്രനെ നമ്മൾ ദൂരെ നിന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇപ്പം അടുത്തെത്തി നേരിട്ട് പോയിട്ട് കണ്ടത് വരെ ആയി. ആ സാങ്കേതിക വികാസമാണ് സ്വാഭാവികമായും ചന്ദ്രോപരിതലത്തിൽ കാൽവെച്ച് നടക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കിയത്. 1969 ജൂലൈ 21 അപ്പോളോ 11 മിഷനിലെ കമാൻഡർ നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രന്റെ പ്രതലത്തിൽ കാലുകുത്തി. കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിക്കുന്നില്ലേ ചന്ദ്രനിൽ കാലുകുത്തി ആദ്യ വ്യക്തി എന്നും പറഞ്ഞിട്ട്?
അതുപോലെ ജൂലൈ 21 നമ്മൾ ചാന്ദ്രദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്നില്ലേ, ചാന്ദ്രദിന ക്വിസൊക്കെ ഉണ്ടായില്ലേ സ്കൂളിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ മത്സരത്തിൽ അമേരിക്ക ജയിച്ചു, സോവിയറ്റുമായിട്ടുള്ള മത്സരത്തിൽ. പക്ഷേ മാനവിക ചരിത്രത്തിൽ തന്നെ വളരെ പ്രസക്തമായ ഒരു അധ്യായമായിരുന്നു ആ മത്സരം അല്ലേ. ഭയങ്കര ഹെൽത്തി മത്സരമല്ലേ നോക്കുമ്പോൾ. രണ്ട് കൂട്ടരും മത്സരിച്ച് നേടിയ സാങ്കേതിക വിദ്യകൾ ആത്യന്തികമായി മനുഷ്യർ ആർജിച്ച സാങ്കേതിക ജ്ഞാനത്തിൻ്റെ കുതിച്ചുചാട്ടത്തിനാണ് വഴിവെച്ചത്. തികച്ചും ആരോഗ്യപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ മത്സരം ബഹിരാകാശ ഗവേഷണ രംഗത്തും മറ്റനേകം ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും നൂതനങ്ങളായ അനേകം വഴികൾ തുറന്നിട്ടു. അതായത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മത്സരമല്ലേ അവർ തമ്മിൽ, പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ മത്സരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്തു, ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ പുതിയതായിട്ടുള്ള അനേകം വഴികൾ തുറന്നിട്ടു. ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നതിനപ്പുറം ആ സംഭവത്തിലേക്ക് നയിച്ച ആയിരം അന്വേഷണങ്ങളുടെയും പരീക്ഷണ വിജയങ്ങളുടെയും കഥ കൂടിയാണത്. പിന്നീട് അങ്ങോട്ട് മനുഷ്യർ നേടിയ സാങ്കേതിക വികാസത്തിൻ്റെ ചരിത്രത്തിന് ചാന്ദ്ര പര്യവേക്ഷണത്തിനായി ചെലവഴിച്ച ഊർജവും അടിത്തറ പാകി. 1960കളിലും 70കളിലുമായി 65 തവണ മനുഷ്യർ നിർമ്മിച്ച പേടകങ്ങൾ ചന്ദ്രനിലിറങ്ങി. 12 മനുഷ്യർ ചന്ദ്രനിലൂടെ കാലടികൾ വെച്ചു, മീൻസ് നടന്നു. 1976 ലൂണ 24 ശേഷം അത്തരം ശ്രമങ്ങൾ പെട്ടെന്ന് നിലച്ചു. സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ ഗവേഷണം ശുക്രനിലേക്കും അമേരിക്കൻ ഗവേഷണം പതിയെ ചൊവ്വയിലേക്കും തിരിഞ്ഞു. മനസ്സിലായോ? ചന്ദ്രനിൽ പോയി ഇവർ വിട്ടിട്ട് അതൊക്കെ വിട്ടിട്ട് സോവിയറ്റ് യൂണിയൻ എങ്ങോട്ടേക്ക് പോയി, ശുക്രനിലേക്കും അമേരിക്കൻ്റെ ഗവേഷണം എങ്ങോട്ടേക്ക് പോയി, ചൊവ്വയിലേക്കും മാറി. അപ്പം ചന്ദ്രനെ വിട്ട് 90കളിൽ 1990s ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അനേകം നിരീക്ഷണങ്ങൾ 2 പ്രധാനപ്പെട്ട അന്വേഷണ ഉപകരണങ്ങൾ വഴി നടക്കുകയുണ്ടായി. നാസ 1994 വിക്ഷേപിച്ച ക്ലെമന്റൈൻ മിഷനും 1998 നടത്തിയ ലൂണാർ പ്രോസ്പെക്ടറും ചന്ദ്രനെ സംബന്ധിക്കുന്ന പല പുതുമ നിറഞ്ഞ ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചന്ദ്രൻ്റെ ധ്രുവപ്രദേശത്ത് കണ്ടെത്തിയ ഐസിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഉയർന്നത്. വാൽനക്ഷത്രത്തിനകത്ത് തണുത്തുറഞ്ഞ ജലത്തിൽ നിലനിന്ന് ഭൂമിയിലെത്തിയതാണ് ജീവൻ എന്നൊരു സിദ്ധാന്തം നിലവിലുണ്ട്. അടുത്ത കാലത്തായി ഈ ആശയത്തിന് വളരെ പ്രാമുഖ്യം ലഭിച്ചിട്ടുണ്ട്. ഉറഞ്ഞ ജലത്തിൻ്റെ സാന്നിധ്യം ചന്ദ്രനിൽ തിരിച്ചറിഞ്ഞതോടെ ആ മേഖലയിലെ അന്വേഷണങ്ങൾ ഒരു പുതിയ വഴി കൂടി തുറന്നു തരികയായിരുന്നു. ചന്ദ്രനിലെ ജലസാന്നിധ്യത്തെ പറ്റിയുള്ള അന്വേഷണങ്ങൾ അതീവ തീവ്രതയോടെ ഇന്നും തുടരുന്നു. ചന്ദ്രനിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളത്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് പണ്ട് അപ്പോളോ മിഷന്റെ കാലത്ത് ശേഖരിച്ചിരുന്ന മണ്ണിൽ ഗവേഷണങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ആ ഗവേഷണങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അടുത്തിടെ നേച്ചറിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നേച്ചർ അറിയാലോ, ഫേമസ് ആയിട്ടുള്ള സയൻസ് ജേണൽ അല്ലേ. ചന്ദ്രന്റെ മണ്ണിൽ ശക്തമായ ജലസാന്നിധ്യം നിലനിന്നിരുന്നതിൻ്റെ തെളിവുകളാണ് ആ പഠനം വ്യക്തമാക്കിയത്. ഭൂമിയിലെ മണ്ണിലേതിന് സമാനമായി തന്നെ ജലാംശത്തിൻ്റെ സാന്നിധ്യം ചന്ദ്രന്റെ മണ്ണിലും ഉണ്ടായിരുന്നതായി ആ പഠനം പറയുന്നുണ്ട്. ഇങ്ങനെ പോയി നമുക്ക് ചന്ദ്രനിൽ താമസിക്കാൻ പറ്റുമോ? ഭൂമിയിലും ചന്ദ്രനിലും ജലത്തിൻ്റെ ആവിർഭാവം ഒരുമിച്ചായിരുന്നോ എന്ന സംശയത്തെ ഈ കണ്ടെത്തൽ കൂടുതൽ ബലപ്പെടുത്തുന്നു. അതോടൊപ്പം ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയ ഒരു ഭാഗമാണ് ചന്ദ്രൻ എന്ന ചിന്തയെ സംബന്ധിക്കുന്ന ആഴത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും ഈ കണ്ടെത്തൽ നയിക്കുന്നു. അങ്ങനെ ചന്ദ്രനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ചന്ദ്രൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. 1962 ചന്ദ്രൻ്റെ വിദൂര ഭാഗത്തിൻ്റെ ദൃശ്യം ലോങ് ഷോട്ട് പകർത്തിയ ലൂണ 3 നൽകിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ശാസ്ത്രലോകം അന്താളിച്ചൊരു വലിയ നിഗൂഢതയുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒരു വലിയ കുഴി. 60കളുടെ മധ്യത്തിൽ നടന്ന ലൂണാർ ഓർബിറ്റൽ പ്രോഗ്രാം നൽകിയ ചിത്രങ്ങൾ കൂടിയായപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി. കുഴി എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല. സൗരയൂഥത്തിൽ കാണാവുന്നതിൽ വെച്ച് ഏറ്റവും വലുത്. 2500 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്നു. 13 കിലോമീറ്റർ ആഴം. 13 കിലോമീറ്റർ ആയെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. അതിഭയങ്കരമായ ഒരു കൂട്ടിയിടിയുടെ ശേഷിപ്പാണിതെന്ന് നിസ്സംശയം പറയാം. അങ്ങനെ കൂട്ടിയിടിച്ചുണ്ടായതാണ് കുഴിയെന്ന്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തുള്ള ഈ ഗർത്തത്തെ ഐറ്റ്കെൻ ബേസിൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആ ഒരു കുഴീനെ അങ്ങനെയാണ് വിളിക്കുന്നത്. സൗരയൂഥം ഉണ്ടായത് ഏതാണ്ട് 460 കോടി വർഷം മുൻപാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് രൂപം കൊണ്ട ഗ്രഹങ്ങളെ കൂട്ടിയിടിച്ച് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറു ചിഹ്ന ഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് സൗരയൂഥം ഉണ്ടായത് ഏതാണ്ട് 460 കോടി വർഷം മുമ്പാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് രൂപം കൊണ്ട ഗ്രഹങ്ങളെ കൂട്ടിയിടിച്ച് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചെറു ചിഹ്ന ഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഏതാണ്ട് 380 കോടി വർഷം മുൻപ് തന്നെ സൗരയൂഥം കൂട്ടിയിടികൾ കൊണ്ട് നിറഞ്ഞൊരു യുദ്ധക്കളമായിരുന്നു. ഒരുപാട് കൂട്ടിയിടികൾ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം കൂട്ടിയിടികളുടെ എണ്ണം സാരമായി കുറഞ്ഞു. ഐറ്റ്കെൻ ബേസിൻ ഉണ്ടായ കാലം ഏതാണെന്ന്
അതായത് ആ ഒരു ഗർത്തം ഉണ്ടായ കാലം ഏതാണെന്ന് തിട്ടപ്പെടുത്തുന്നത് ചന്ദ്രൻ്റെ ഉത്ഭവ പരിണാമങ്ങളെക്കുറിച്ച് അറിവുകൾ മെനയാൻ സഹായിക്കുന്നതാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ആ കുഴി എപ്പോൾ ഉണ്ടായെന്ന്, ആ ഗർത്തം എപ്പോൾ ഉണ്ടായെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നീട് വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാമെന്ന് പറയാം. അതുകൊണ്ടാണ് അമേരിക്കൻ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഐറ്റ്കൻ ബേസിൻ്റെ പ്രായം കണക്കാക്കൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. ഇന്ത്യൻ ശാസ്ത്ര ചരിത്രത്തിലെ സയൻസിനെ കുറിച്ചുള്ള ഹിസ്റ്ററി, ശാസ്ത്ര ചരിത്രത്തിലെ അഭിമാനമായ ചന്ദ്രയാൻ 1, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമായിരുന്നു എന്ത്? ചന്ദ്രയാൻ 1 ചന്ദ്രബിംബത്തിൻ്റെ മുഖത്തെ വ്യത്യസ്ത തരത്തിൽ പ്രശോഭിതമാക്കി. ചന്ദ്രയാൻ 1 ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് ചന്ദ്രനിലെ ജലസാന്നിധ്യത്തിൻ്റെ സ്ഥിരീകരണത്തിന് സഹായിച്ചുകൊണ്ടാണ്. യെസ്, അപ്പോൾ ചന്ദ്രനിൽ ജലമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ, കൺഫേം ചെയ്യാൻ നമ്മുടെ ചന്ദ്രയാൻ 1 സഹായിച്ചു. ചന്ദ്രയാൻ കൂടെ കൊണ്ടുപോയ നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണം ചന്ദ്രോപരിതലത്തിലെ ഹൈഡ്രോക്സൈൽ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അപ്പോൾ ഹൈഡ്രോക്സൈൽ എന്ന് പറയുമ്പോൾ സയൻസുകാരെ OH- ആയോണല്ലേ വരുന്നത്? നിങ്ങൾ പറഞ്ഞു തരണേ, ഞാൻ മലയാളമാണ്. ഓക്കെ, അപ്പോൾ OH- അയോണല്ലേ ഹൈഡ്രോക്സൈൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O അല്ലേ? H2O സ്പ്ലിറ്റ് ചെയ്താൽ H+ഉം OH- അല്ലടാ വരിക. അപ്പോൾ വാട്ടറിൻ്റെ ആ ഹൈഡ്രോക്സൈൽ സാന്നിധ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വാട്ടറിൻ്റെ സാന്നിധ്യം ആയിരിക്കൂലേ? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, അങ്ങനെ ആയിരിക്കൂലേ? ഓക്കെ, ചന്ദ്രോപരിതലത്തിലെ ഹൈഡ്രോക്സൈൽ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ജലത്തിൻ്റെ പ്രാഗ്രൂപമായ ഇത് കണ്ടോ, ഈ ഹൈഡ്രോക്സൈൽ സാന്നിധ്യം ജലത്തിൻ്റെ പ്രാഗ്രൂപമാണ് എന്നുവെച്ചാൽ ആദ്യത്തെ രൂപം. ജലത്തിൻ്റെ പ്രാഗ്രൂപമായത് കൂടുതൽ ജലം കണ്ടേക്കാമെന്ന പ്രതീക്ഷ വളർത്തുന്നതാണ്. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വന്നു പതിക്കുന്ന കണികകൾ ചന്ദ്രോപരിതലത്തിലെ ഓക്സിജനും ഹൈഡ്രജനും കൂടിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയാണ് ഇപ്പറഞ്ഞ ഹൈഡ്രോക്സൈലുകൾ ചന്ദ്രോപരിതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പം ഹൈഡ്രജനും ഓക്സിജനും OH ഉണ്ടായിക്കോളുമല്ലോ അല്ലേ? യെസ്, അത് വാട്ടറിൻ്റെ ഫോർമേഷന് കാരണമാവുമല്ലോ. ചന്ദ്രയാനു ശേഷമുള്ള ചന്ദ്രൻ, അതായത് ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷമുള്ള ചന്ദ്രൻ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അവിടുത്തെ ജലത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യർക്കിടയിൽ കൂടുതൽ കരുത്തുറ്റതായി തീർന്നിരിക്കുന്നു. അതാണ് കുറച്ചുകൂടി വ്യത്യസ്തമാണെന്ന് പറഞ്ഞത്. പുതിയ സ്വപ്നങ്ങൾ അത് നമുക്ക് പകർന്നു നൽകുന്നു. ചാന്ദ്ര ഗവേഷണത്തിൻ്റെ ഒരു പുതുയുഗമാണ് ജലസാന്നിധ്യത്തിൻ്റെ സ്ഥിരീകരണത്തോടെ തുറന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ജലം അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതോടുകൂടി ചാന്ദ്ര ഗവേഷണത്തിൻ്റെ, ഈ ചന്ദ്രനിലെ ഗവേഷണം ചെയ്യുന്നതിൻ്റെ ഒരു പുതുയുഗമാണ് വന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് പെരുത്ത് ചന്ദ്രൻ പൂർണ്ണമായ ഒരു ഭൗതിക വസ്തു മാത്രമായി തീരുമോ? നമ്മളിങ്ങനെ സയൻസ് വെച്ചിട്ട് പറയുമ്പം പറയാണ്, അങ്ങനെ അന്വേഷിച്ച് വെറും ഒരു ഫിസിക്കൽ സാധനമായിട്ട് ഇത് മാറുമെന്നുള്ളതാണ്. ഇല്ല എന്ന് നിസ്സംശയം പറയാം. എങ്ങോട്ടേക്കാണ് തിരിച്ചു വരുന്നത്? അപ്പം ആദ്യം ലിറ്ററേച്ചറിൽ തുടങ്ങിയിട്ട്, ചന്ദ്രനെക്കുറിച്ചുള്ള സാഹിത്യത്തിൽ തുടങ്ങിയിട്ട് സയൻസിലേക്ക് പോയില്ലേ, എന്നിട്ട് ചോദിക്കുക ഇത് വെറും ഒരു ഭൗതിക വസ്തുവായി പോവോ? ഇല്ല എന്ന് പറയാം. കാരണം വീണ്ടും ലിറ്ററേച്ചറിലേക്ക് വരുന്ന കണ്ടോ. കാരണം ഈ ഭൗതിക അന്വേഷണങ്ങൾക്ക് സമാന്തരമായി തന്നെ ഭാവനയുടെ ചിറകുകൾ വിരിച്ചുള്ള മനുഷ്യൻ്റെ പറക്കലുകൾ കൂടുതൽ കരുത്തുറ്റതായി നടക്കുന്നുണ്ടായിരുന്നു. ആ ഭാവനയാണ് ഒഥല്ലോയെ കൊണ്ട് ഇത് ഒരു സാഹിത്യകൃതിയെ ആസ്പദമാക്കിയിട്ട് പറയുകയാണെടാ, ഇതിൻ്റെ സയൻസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കെന്ത്, നമ്മൾ ചന്ദ്രനിലേക്ക് കവിത എഴുതുമ്പോൾ എത്ര ഓടിപ്പോകില്ലേ? ഒരു കവിത വായിക്കുമ്പോൾ ചന്ദ്രനിലേക്ക് എത്ര ഓടിപ്പോവും? അപ്പോൾ അതാ പറയുന്നത്, ഈ പറഞ്ഞ എല്ലാ ലോജിക്കിനും അപ്പുറത്തോട്ടേക്ക് അതിൻ്റെ സാഹിത്യം കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഭാവനയാണ് ഒഥല്ലോയെ കൊണ്ട് ഡെസ്ഡിമോണയുടെ മരണത്തിൻ്റെ കാരണം ഇറ്റ് ഈസ് ദി വെരി എറർ ഓഫ് ദി മൂൺ എന്ന് പറയിപ്പിച്ചത്. ഓക്കെ, ആ ഭാവന തന്നെയാണ് ഹുവാൻ റുൾഫോയുടെ കഥാപാത്രം ഡോളറീത്താസിന് തൻ്റെ ആദ്യ രാത്രിയിൽ ഭർത്താവായ പെഡ്രോ പരാമോയോടൊപ്പം ക്ഷയിക്കാൻ കൂട്ടുകാരി എദൂവിഹേസ് ദയാദയെ പറഞ്ഞയക്കാൻ കാരണമാക്കിയത്. ഒസേറിയ എന്ന കുതിരക്കാരൻ ഡോളറീത്താസിനോട് ഇന്ന് നീ ഒരു പുരുഷൻ്റെ കൂടെ രാത്രി കഴിച്ചു കൂട്ടരുത്, കാരണം ചന്ദ്രൻ വളരെ പ്രതികൂല സാഹചര്യത്തിലാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത് സയൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ലിറ്ററേച്ചറിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചിന്തകളിലേക്കും വിശ്വാസങ്ങളിലേക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് ചന്ദ്രന് വേറെ തന്നെ ഒരു റോളാണ് എന്നുള്ളതാണ്. നമ്മുടെ ആഘോഷങ്ങൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പലതും ചന്ദ്രൻ്റെ പിറയൊക്കെ നോക്കി നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഈ പൗർണമിക്കൊക്കെ പ്രത്യേകത ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. മനുഷ്യൻ മാനത്തേക്ക് നോക്കി അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ ചന്ദ്രനും പങ്കുണ്ടെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ചന്ദ്രനല്ലേ ഭൂമിയുടെ കടലുകളിലെ ജലത്തെ മുഴുവൻ പിടിച്ചു വലിച്ച് വേലിയേറ്റവും വേലിയിറക്കവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അത്രയും വലിയൊരു സ്വാധീനം സൃഷ്ടിക്കുന്ന ചന്ദ്രൻ നമ്മുടെ ജീവിതത്തെയും സ്വാധീനിച്ചുകൂടെ? ചോദ്യം അത്ര നിസ്സാരമല്ല. അതിന് മറുപടിയായി ജോർജ് അബൈൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ചന്ദ്രന് നിങ്ങളുടെ ശരീരത്തിൽ ചെലുത്താൻ കഴിയുന്നതിനേക്കാൾ ഗുരുത്വാകർഷണ സ്വാധീനം ഒരു കൊതുകിന് ചെലുത്താനാകുമെന്നാണ്. വേലിയേറ്റത്തിൻ്റെ ശക്തി ഒരു കുഞ്ഞിൽ ചെലുത്തുന്ന ബലത്തേക്കാൾ 12 ദശലക്ഷം മടങ്ങ് ബലം ആ കുട്ടിയെ കയ്യിലൊതുക്കി പിടിക്കുന്ന അമ്മ ചെലുത്തുന്നുണ്ട്. പക്ഷേ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്താണ് മനസ്സ് സൃഷ്ടിക്കാവുന്ന
സൃഷ്ടിക്കുന്ന ഭാവനാ പ്രപഞ്ചം. മനസ്സിലായോ? ലോജിക്ക് നമ്മൾ സയൻസിൻ്റെ ഇങ്ങനെ കുറേ ഓർബിറ്റൽ മിഷനും അതുപോലെ എന്താ പറയുക ചന്ദ്രപര്യവേക്ഷണ ദൗത്യവും വാഹനവും ഒക്കെ പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ മാനസികമായിട്ട് ഭാവനയിലൂടെ നമ്മൾ ഒരുപാട് സഞ്ചരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ചന്ദ്രനിലേക്ക് എത്ര കൂടി പോയിരിക്കുന്നു അല്ലേ? ചന്ദ്രൻ ഓടുന്നത് നോക്കി നമ്മൾ എത്ര പിന്നാലെ ഓടിയിരിക്കുന്നു. കണ്ടോ, ശരിക്കും സയൻസും ലിറ്ററേച്ചറും സമന്വയിപ്പിച്ചത് കണ്ടോ ലേഖനത്തിൽ. നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ചതാണ് ആ സ്വഭാവം. ശരീരത്തിൻ്റെ ഭൗതികാവസ്ഥയിൽ ഗുരുത്വാകർഷണത്തിലൂടെ ചെലുത്തുന്ന, ഗ്രാവിറ്റിയാണ് പറയുന്നത് കേട്ടോ, ഗുരുത്വാകർഷണത്തിലൂടെ ചെലുത്തുന്ന സ്വാധീനത്തെക്കാളൊക്കെ വലുതാണ് അത്ഭുത പ്രഭാവത്തോടെ സൗന്ദര്യം വിതറിക്കൊണ്ട് ആകാശത്ത് വിലസുന്ന ചന്ദ്രബിംബം. അത് നമ്മളിൽ കവിത വിരിയിക്കും, പ്രണയം രചിക്കും, അളക്കാനാകാത്ത അവസാനിക്കാത്ത ഭാവനാലോകങ്ങളെ കെട്ടിപ്പടുക്കാനുള്ള അടിത്തറയൊരുക്കും. അത് പെണ്ണിൻ്റെ ആർത്തവ ചക്രത്തെ ചന്ദ്രൻ്റെ ചാക്രിക ജീവിതത്തോട് ബന്ധിപ്പിക്കും. പട്ടികൾ കൂടുതൽ ആളുകളെ പൗർണമിയിൽ കടിക്കുമെന്നും കാറപകടങ്ങൾ പൗർണമിയിൽ കൂടുതലായിരിക്കുമെന്നും ഒക്കെ പറയും. ശാസ്ത്രീയമായ യുക്തിബോധത്തിൻ്റെ അതിരുകൾക്കും അപ്പുറത്താണിതൊക്കെ. ഈ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ, പറഞ്ഞ പറച്ചിലുകളൊക്കെ നമ്മുടെ ശാസ്ത്രബോധത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ വെറും ലോജിക്ക് നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലല്ലോ. മനുഷ്യൻ ആക്ച്വലി എന്താ, ബേസിക്കലി വികാര ജീവിയാണ്, ഇമോഷനുള്ള ജീവിയാണല്ലോ മനുഷ്യൻ. അപ്പം നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ എന്താ പറയുക, ഇപ്പറഞ്ഞ ശാസ്ത്ര സത്യത്തിന് അപ്പുറത്തോട്ട് എന്താണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം നമ്മളൊരു പെരുന്നാൾ ആഘോഷിക്കുന്നത് തന്നെ ചന്ദ്രൻ്റെ പിറ നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സയൻസൊക്കെ അവിടെ വെക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചന്ദ്രനുമായിട്ട് പണ്ടേ ഒരു കെമിസ്ട്രി ഉണ്ട് എന്നുള്ളതാണ്. സയൻസ് വേറൊരു വഴിക്ക് അങ്ങനെ പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ലേഖനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി ലേഖനം കഴിഞ്ഞു. നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തു. ഞാൻ ഒട്ടും അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. ഈ പരീക്ഷ മുമ്പിൽ വന്നതുകൊണ്ട് വേഗത്തിലെടുത്ത് തീർക്കേണ്ടി വരുന്നു. അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ലാസ്റ്റ് പരീക്ഷയ്ക്ക് അടുപ്പിച്ചെടുക്കുന്ന ഈ ക്ലാസ്സുകളിലൊന്നും എനിക്ക് ഒട്ടും തൃപ്തിയില്ല. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സത്യസന്ധമായ കമൻസ് എനിക്ക് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അത് വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതുക. എനിവേ, താങ്ക് യു.